السلام عليكم. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അവാർഡ് ദാനത്തിലാണ് അതിന് സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട പാണക്കാട് മുക്കയത്തങ്ങളുടെ അവരെ കണ്ടാൽ തന്നെ ഒരു സമാധാനത്തിൻ്റെയും അതേപോലെ ദീനിയായ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓർക്കുന്നു പോകുന്നുണ്ട്. അങ്ങനത്തെ ബഹുമാനപ്പെട്ട കാര്യപ്പെട്ട ഒരാളുടെ പേരിൽ കൊടുക്കുന്ന അവാർഡ് അത് കിട്ടുന്നവനാണെങ്കിലും അവനും ഏറ്റവും വലിയ ഉഷാറിലാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ ഏറ്റവും നല്ല ദർസിൻ്റെ പേരിലാണ് ഇത് കൊടുക്കുന്നത്. ശറഅൽ മദ്ഹബിൽ ഒരു ഇബാറത്തുണ്ട്, അസ്സാദിഖു യതഖല്ലബു ഫിൽ യൗമി 40 മറ വൽ മുറായി യസ്ബുതു 40 സന യസ്ബുതു ബി ആലത്തിൻ ബായിദത്തിൻ 40 സന എന്ന്. സാദിഖാണെങ്കിൽ അകൂനുമായ സാദിഖീൻ എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. സാദിഖാണെങ്കിൽ യതഖല്ലബു ഫിൽ യൗമി 40 മറ, ഒരേ ദിവസത്തിൽ നിന്ന് 40 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഒരേ ഹലത്തുമ്പോൾ തന്നെ സ്ഥിരമാവുകയില്ല. ഒരു മുറായി ആണെങ്കിൽ, അതായത് ലോകമന്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ 40 കൊല്ലം ഒരേ ഹാലത്തുമ്പോൾ സ്ഥിരമാകുമെന്നാണ്. എന്താണ് ആ പറഞ്ഞ വാക്കിൻ്റെ മേന? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അതിൻ്റെ മേന പറയുന്നുണ്ട്. സാദിഖാണെങ്കിൽ ഏതൊരവസരത്തിലും ഏതൊരു ഹാലിലും അവിടെ ഖൈറ് ഏതാണോ ആ ഖൈറ് കൊണ്ട് അമൽ ചെയ്യും. ഒരേ ദീപിൻ്റെ മേൽ മാത്രം സ്ഥിരമായി നിൽക്കുകയില്ല. ഏറ്റവും ഖൈറ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന അങ്ങനത്തെ ഒരാൾക്കാണ് യഥാർത്ഥ സാദിഖ് എന്നുണ്ട്. ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ചെന്നാൽ ചിലപ്പോൾ ഇൽമുകൾക്കായിരിക്കും ഖൈറ്, മറ്റു സമയത്ത് ഏറ്റവും ഖൈറ് നിസ്കാരമായിരിക്കും. നിസ്കാരം തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചില സമയത്ത് നിസ്കാരം വാജിബാണെങ്കിൽ മറ്റു ചില സമയത്ത് നിസ്കാരം സുന്നത്താണ്, മറ്റു ചില സമയത്ത് നിസ്കാരം തഹരീമിൻ്റെ കറാഹത്താണ്. അപ്പോൾ ഈ 3 ഹാലത്ത് എനിക്ക് വരുന്നു. അതേപോലെ ഏതേത് കാര്യങ്ങൾക്കും ഉണ്ടാകും. അവിടെ എല്ലാം ശരിക്കും ഏതാണോ ഈ മജ്ലിസിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഈ ആനിൽ അഫ്ളൽ എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാണ് സാദിഖ് എന്ന് പറയാം. ഇന്ന് പല ദർസുകളുമുണ്ട്, പല സ്ഥലത്തും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ഏറ്റവും നല്ലതായിരിക്കുന്ന ഓരോ ഹാലിലും ഏറ്റവും അഫ്ളലായിരിക്കുന്ന രൂപം ഇപ്പം ഈ കാലത്ത് വെറും കിതാബത്തിൽ മാത്രമല്ല, അതിനോടുകൂടെ ഭൗതികമായാലും പഠിപ്പിച്ചുകൊണ്ട് ഒരു ഉന്നത മുദരിസാവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അവാർഡ് കിട്ടാൻ വേണ്ടിയല്ല, അയാൾ വജിഹില്ലാക്ക് വേണ്ടിയാണ് പരിശ്രമിച്ചത്. പക്ഷേ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വജിഹില്ലാക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. അത് ഉദ്ദേശത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അന്നേരക്കുള്ള ഏറ്റവും ഉഷാറുള്ള ദർസ് നടത്തുന്ന മദ്രസാവാനും ഇനി തുടർന്നും അതേപോലെ നടത്താനും ഈ ഇബ്രാഹിം മുസ്ലിയാർക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അതിന് അവസരം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.